ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ്. അപ്പം ഞാൻ ഇതിനാണെങ്കിൽ ഒരു തക്കാളി ചോറുണ്ടാക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ബിരിയാണി അങ്ങനത്തെ പല ഐറ്റംസും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ റേഷൻ അരിയുടെ ഒരു നാറ്റം എന്നൊക്കെ ചില ആൾക്കാർ കംപ്ലയിൻറ്റ് പറയും. ഈ നാറ്റം അതിന് മണം ഇഷ്ടമില്ലാത്തൊരു 1 മണിക്കൂറെങ്കിലും വെള്ളത്തിയിട്ട് നന്നായിട്ട് കുതിർത്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് റെസിപ്പി ഉണ്ടാക്കിയാലും ആ നാറ്റ് സ്മെല്ല് എന്താണോ അതിലുള്ളത് അത് പോയിക്കോളാം. പക്ഷേ ഒരു തോട്ടലി എല്ലാം പോയിക്കോളും കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ മറക്കാതെ കുതിർത്തിടണം. നമുക്ക് തക്കാളി ചോറിന് ആവശ്യമായിട്ടുള്ള തക്കാളി, പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, ഇതെല്ലാം കൂടെ കുലുകുലുകുല അരിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വരാം കേട്ടോ. സോയ ചങ്ക്സ്, വൈറ്റമിൻ എന്തൊക്കെയോ വിറ്റാമിൻ സി എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതിൽ. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ല. പക്ഷെ നല്ല പ്രോട്ടീനാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ആഡ് ചെയ്യാം. ഹെൽത്തിന് വളരെ നല്ലതായിട്ടുള്ള സാധനങ്ങൾ കഴിക്കണമെന്നാണല്ലോ. അങ്ങനെ ഞാൻ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഷേപ്പിൽ അരിയണം, നീണ്ട ഷേപ്പിൽ ഈ ഷേപ്പ് അരിയണം കേട്ടോ. പച്ചമുളക് നീണ്ട ഷേപ്പിന് മതി. നമുക്കിനി വെളുത്തുള്ളി, കൊച്ചുള്ളി അതൊക്കെ നമുക്ക് ചതച്ചെടുക്കാം. ഈ ബാക്കി സാധനങ്ങളൊക്കെ ചതയ്ക്കാം. ഈ വെളുത്തുള്ളി ഇത് പിന്നെ ഇതുപോലെ വേണം അരിയാൻ. തക്കാളിയൊക്കെ ഒരു നീണ്ട പരുവത്തിൽ അരിയണം, എന്നാലേ കറിക്ക് നന്നായിട്ട് വേവുള്ളൂ. നമ്മൾ ഓരോ സാധനങ്ങൾ അരിയുമ്പോൾ നിങ്ങളും നോക്കിയോളും കേട്ടോ. കണ്ടോ, ഇതുപോലെ അരിയണം. നമുക്കിനി ബാക്കി ഇടികല്ലിലിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇത്രയും നന്നായിട്ട് ചതച്ചിട്ട് ഞാൻ ഓടി വരാം. രണ്ട് വിസിൽ കേൾക്കണം. ഇത് ആദ്യത്തെ വിസിലാണ്. അപ്പോൾ 2 വിസിലും കൂടെ കേട്ടാൽ പക്ക. അങ്ങനെ 2 വിസിലും കൂടെ കേട്ടിട്ടുണ്ട്. നമുക്കിനി ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, കുരുമുളക്, പെരിഞ്ജീരകം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. എനിക്ക് ചിലതിൻ്റെ പേരൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കാണെങ്കിൽ നോക്കൂ, ഇത്രയും വെന്തായിരിക്കും. ഇത് ഫുൾ വെന്തിട്ടില്ല. 2 വിസിൽ കേട്ടതേ ഉള്ളൂ. ഇനി 1 വിസിലും കൂടെ കേൾക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ഇതും കൂടെ ആഡ് ചെയ്ത് പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കണം. കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി കേട്ടോ. കുറച്ച് മതി നെയ്യൊക്കെ. നമ്മളാണെങ്കിൽ ഒരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. പിന്നെ അതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇത്രയും ചതച്ചതാണ്. അപ്പോൾ ഞാൻ എണ്ണ ചൂടാവുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഇട്ട് നോക്കിയത്. പിന്നെ പച്ചമുളക് നമ്മുടെ ആവശ്യമനുസരിച്ച് എത്ര പച്ചമുളക് വേണം അത്രയും പച്ചമുളകാണ് കേട്ടോ. അതും കൂടി ആഡ് കൊടുക്കണം. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ അടി പിടിക്കാനേ പാടില്ല, അതിനാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞങ്ങളാണെങ്കിൽ ഇവിടെ സവാളയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുകുഞ്ഞ അരിഞ്ഞ സവാളയുണ്ട്. എൻ്റെ ഭാഷ പറഞ്ഞാൽ കുഞ്ഞായിട്ട് അരിഞ്ഞ് വേണം. അതിനെയാണ് ഞാൻ കുഞ്ഞുകുഞ്ഞ ആക്കുന്നത്. അപ്പോൾ കുഞ്ഞുകുഞ്ഞ അരിഞ്ഞ സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 5 മിനിറ്റ് പോലും വേണ്ട. 2 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ സവാള വെന്ത് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഇത് ഇരുമ്പ് ചട്ടിയും കൂടെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് എന്തിട്ടാലും പെട്ടെന്ന് പ്രിപ്പയർ ആയി വരും ഈ ചട്ടിയിലാണെങ്കിൽ. അപ്പോൾ നമ്മൾ സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്നല്ല കുറച്ച് നേരം, അധികം നേരം മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ്, കുറച്ച് ഉപ്പ് മതി. കാരണം നമ്മൾ സവാള പെട്ടെന്ന് വെന്ത് കിട്ടണ്ടേ, അതിന് കുറച്ച് ഉപ്പ്. പിന്നെ ടൊമാറ്റോ 2 ടൊമാറ്റോ ഉണ്ട്, വലിയ ടൊമാറ്റോ ആണ് കേട്ടോ. അപ്പോൾ ഈ തക്കാളി ചോറിൻ്റെ ഫ്ലേവറേ തക്കാളിയാണ്. അപ്പോൾ തക്കാളി കൂടുതലുണ്ടെങ്കിലേ അവന് ടേസ്റ്റ് ഉള്ളൂ. റൈസ് കുറവാണെങ്കിലും തക്കാളി കൂടുതൽ ശ്രമിക്കുക. പക്ഷേ എൻ്റെ കയ്യിൽ മുട്ടയില്ല. മുട്ട വാങ്ങാൻ പോയപ്പം ഷോപ്പ് അടച്ചിരുന്നു. അപ്പം ഞാൻ മുട്ടയില്ലാതെ സോയ ചങ്ക്സ് വെച്ചിടാന്നാണ് കരുതിയത്. സോയ ചങ്ക്സ് ആയാലും മുട്ടയായാലും ഏതായാലും മതി. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നും കൂടിയിട്ട് കുറച്ചും കൂടെ ബെറ്റർ ടേസ്റ്റ് ആയിരിക്കും. 2 മുട്ട അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ മുട്ട ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ തക്കാളി ചോറാണ്, തക്കാളിയാണ് പ്രധാനം. മാക്സിമം നിങ്ങൾ 2 തക്കാളിയും കയറണം. കാരണം തക്കാളി ചോറില്ല, അപ്പോൾ തക്കാളിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ വരേണ്ടത്. പിന്നെ ഓരോരുത്തരും ഇഷ്ടമാണ്. മുട്ട വേണോ സോയ ചങ്ക്സ് വേണോ? എനിക്ക് സോയ ചങ്ക്സ് മുട്ടയും 2 ഒരുപോലെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് മുട്ട കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ സോയ ചങ്ക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും സോയ ചങ്ക്സാണ് ഞാൻ കുതിർത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇത് എടുക്കുമ്പോൾ നല്ല പിഴിഞ്ഞ് വേണം എടുക്കാൻ. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്യണം. മസാലയൊക്കെ റെഡി ഫൈനലി ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഓൾറെഡി ഇത് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കണോണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റാണ് റൈസ് ആഡ് ചെയ്യാറ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് ഉടയണം. കാണരുത് അങ്ങനെ തക്കാളിയിലുണ്ടാവണം, അങ്ങനത്തെ രീതിയിലാണ്. ഞാൻ പറഞ്ഞ തക്കാളിയുടെ കൺസിസ്റ്റൻസി ഇതാണ്. അപ്പോൾ ഇതുപോലെ വേണം വെന്തുടയാൻ. കണ്ടല്ലോ, തക്കാളി ഉണ്ടോന്ന് അറിയല്ലേ. ഞാൻ തക്കാളിയാണ് ഇട്ടിട്ടുള്ളതെന്ന് ഇതിൽ അറിയാൻ പാടില്ല. നല്ലപോലെ വെന്തുടഞ്ഞ് നമുക്കൊരു ഗ്രീൻ കളറാണ്. മല്ലി ഇലയും നമ്മുടെ കറി ലീഫും ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിന് ശേഷം നമ്മൾ പൊടികൾ ആഡ് ചെയ്യാം. ഫസ്റ്റ് മുളക് പൊടിയാണ്. ആവശ്യാനുസരണം നിങ്ങളുടെ എരിവിന് എത്രയാണോ വേണ്ടത് അത് ആഡ് ചെയ്താൽ മതി കേട്ടോ. മഞ്ഞപ്പൊടിയാണ്, അതും നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും ആഡ് ചെയ്താൽ മതി. പിന്നെ അടുത്തതായിട്ട് മല്ലിപ്പൊടിയാണ്. ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ.
ഈ സോയ ചങ്ക്സ് കുറച്ച് വേവണം കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വേവട്ടെ. നമുക്ക് ഈ വെന്ത റൈസ് ആണെങ്കിൽ ഈ ചട്ടിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. സംഭവം വളരെ സിമ്പിളാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. സംഭവം നല്ല ലുക്കുമാണ്, നല്ല മണമാണ്, നെയ്യൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് നല്ല ഫ്ലേവറും ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണിത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ലെങ്കിൽ അടിപൊളിയാണ്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്തു. എൻ്റെ അമ്മയുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് കേൾക്കാം. കൊള്ളാം ഗൈസ്, അടിപൊളി. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയാം. അപ്പോൾ എല്ലാം ട്രൈ ചെയ്തു കേട്ടോ. അടിപൊളിയാണ് സാധനം. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ്.